ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഞാൻ മുക്തിനാഥ് പോകുന്ന വഴിക്ക് ജോംസോമിൻ്റെ അടുത്ത് ഗന്ദകി നദിയുടെ തീരത്ത് ഒരു സുന്ദരമായ സ്ഥലത്താണ്. ഈ പ്രദേശത്ത് മുഴുവനും വളരെ നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ സാധിക്കാത്തത്രയ്ക്കുമുള്ള ശിവക്ഷേത്രങ്ങളാണ്. പുരാണങ്ങളിൽ പറയുന്നു, എല്ലാ പുണ്യ സ്ഥലങ്ങളും മഹാദേവന്റെ ശിവന്റെ ആധീനത്തിലായിരുന്നു. പിന്നെ പല പല സ്ഥലങ്ങളിൽ സാഹചര്യം, സമയം അതനുസരിച്ച് ഭഗവാന്റെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ കുടികൊള്ളാൻ തുടങ്ങി. ഇപ്പോൾ ബദ്രീനാഥ് എടുത്താലും ആദ്യം കേദാർനാഥ് മഹാദേവന്റെ ആയിരുന്നു. നമ്മുടെ ഗുരുവായൂർ എടുത്താലും അത് ആദ്യം മമ്മിയൂർ ശിവന്റെ ആയിരുന്നു. ഉടുപ്പി പോയി കഴിഞ്ഞാലും ചന്ദ്രമൗലീശ്വര സ്വാമിയുടെ ആയിരുന്നു. മഹാദേവനെ ശ്രീമദ് ഭാഗവതം അതിസുന്ദരമായി പ്രകീർത്തിക്കുന്നുണ്ട്. ശിവൻ എന്ന വാക്കിന് ഒരു വ്യാഖ്യാനമുണ്ട്. അതായത് സദാ സന്തുഷ്ട മനസഃ സർവം ശിവമയം ദിശഃ. എപ്പോഴും നിറഞ്ഞ മനസ്സ് ഒരു സമുദ്രം പോലെ. സമുദ്രത്തിൽ വെള്ളം ഒഴിച്ചാൽ അധികമാവത്തുമില്ല. സമുദ്രത്തിൽ നിന്ന് അല്പം വെള്ളം എടുത്താൽ വെള്ളം കുറയത്തുമില്ല. അതേപോലെ ഒരു ഹൃദയമാണ് മഹാദേവന്റെ. സുഖദുഃഖങ്ങൾ, ലാഭനഷ്ടം, ജയപരാജയം ഒന്നും തന്നെ മഹാദേവനെ ബാധിക്കുന്നില്ല. ആത്മസംതൃപ്തൻ, ആത്മാരാമനായി നിരഞ്ജൻ എന്ന വാക്ക് പറയുന്നു കഴിയുന്ന ഒരു വ്യക്തിയാണ് മഹാദേവൻ. സദാ സന്തുഷ്ട മനസ്സഃ സർവം ശിവമയം ദിശഃ. അദ്ദേഹം എവിടെ നോക്കിയാലും ആ ദിശയെല്ലാം മംഗളം. നമ്മളുടെ ലൈഫ് അങ്ങനെയാണ്. എപ്പോഴും പരാതികളും പരിഭവവും നിരാശയും ഉള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് നമ്മൾ ആധ്യാത്മികം സ്വീകരിക്കണം. നിറഞ്ഞ മനസ്സോട് ജീവിക്കാൻ താല്പര്യപ്പെടും. ഹരേ കൃഷ്ണ.